എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. പിന്നെ ഇന്ന് ചെമ്മീൻ കൊണ്ട് ചമ്മന്തിപ്പൊടി ഇടാറുണ്ട്. ചെമ്മീൻ ചമ്മന്തിപ്പൊടി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സൂപ്പർ ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. എടുത്തു വെക്കാനും പറ്റും, പെട്ടെന്ന് കേടുന്നു പോകുന്നില്ല. അത് നേരെ വറുത്തരച്ച് ഉണ്ടാക്കിയാൽ മാത്രം മതി. സൂപ്പർ ടേസ്റ്റ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്പെഷ്യൽ ചെമ്മീൻ കൊണ്ടുള്ളൊരു പൊടി ഉണ്ടാക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നു. ചെമ്മീൻ പൊടി, ചമ്മന്തിപ്പൊടി എന്ന് പറയും. ഇതാണ് ചെമ്മീന്, ചെറിയ ചെമ്മീനാണ് ഇത്. ഒന്ന് വറുത്തിട്ട് പിന്നെ കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ക്ലീൻ ചെയ്ത് കാലും ഇതൊക്കെ ഒന്ന് കളയണം, അത്രേ വേണ്ടുള്ളൂ. കഴുകി ഉണക്കി വെച്ചതാണ്. നമുക്ക് വറുക്കാം. ആദ്യം വറുത്തെടുക്കാം. ഒരു 50 ഗ്രാമുള്ളൂ, നിറയൊന്നുമില്ല. ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണത്. അപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കണത് സ്റ്റെപ്പായിട്ട് കാണാം, ഓരോന്നായിട്ട്. അപാര ടേസ്റ്റാണ്. കഞ്ഞി, ചോറ് അതിൻ്റെ കൂടെ കഴിക്കാൻ കൊണ്ടുപോകാൻ ഒക്കെ സൂപ്പറാണ്. കുറച്ച് ദിവസം എടുത്ത് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റും. കഴുകി ഉണക്കി വെച്ചാണ്. ഒരുപാട് നേരം വെള്ളത്തിലിട്ട് വെക്കാനൊന്നും പറ്റില്ല. ചെമ്മീൻ്റെ ഉള്ളിൽ വെള്ളം കിടക്കും. നല്ല കഴുകിയിട്ട് 2 പ്രാവശ്യം കഴുകി 2-3 പ്രാവശ്യം കഴുകി ഉടനെ വെള്ളത്തിനെ വടിച്ച് കളഞ്ഞിട്ട് ഉണങ്ങാൻ വെക്കണം വെയിലത്ത്. മീൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുള്ളൂ. ചെമ്മീനിൻ്റെ മണം ഓരോരുത്തർക്ക് ഇഷ്ടാവില്ല, ചിലർക്ക് ഇഷ്ടാവും. ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വിഭവം തന്നെയാണിത്. എണ്ണ ഒഴിച്ച് വറക്കാവാണെങ്കിൽ ഞാൻ എണ്ണ ഒഴിക്കാനാണ് വറക്കണത്. ഒന്നും കൂടി ക്ലീൻ ചെയ്യാണ്ട് അതിന് ശേഷമാണ് ഞാൻ എണ്ണ ഒഴിച്ച് വറക്കിലേക്ക് ഇടുള്ളൂ. നല്ല കുറച്ച് കളറൊക്കെ മാറി നല്ല മണം വരും, അതുവരെ വറക്കണം. എവിടേക്കാലും കൊടുത്തയക്കാനും കൊടുത്തയക്കാൻ പറ്റും. എടുത്ത് വെച്ച് കഴിക്കാം. ഒരാഴ്ചക്ക് മേലെ 10-15 ദിവസം പുറത്തേ ഇരിക്കും. പിന്നെ വേണമെങ്കിൽ ആ പൊടിയെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. നല്ല അടച്ച് സൂക്ഷിച്ചാൽ സൂപ്പറാ. കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്ന് കറിയൊന്നും ഉണ്ടാക്കാൻ ഒഴിവില്ല, സമയമില്ല. പെട്ടെന്ന് ചോറ് മാത്രം വെച്ചിട്ട് കഞ്ഞിയായിട്ടും ചോറായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി പൊടിയാണ്. ഒരുപാട് രീതിയിലും തരത്തിലും ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കണ രീതി ഇങ്ങനെയാണ്. ചെറിയ വീഡിയോ ആണ്. ആദ്യം തൊട്ട് അവസാനം വരെ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. എല്ലാതും വീട്ടിലെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. ഹോം മെയ്ഡായിട്ട്, പുറത്തുനിന്ന് അധികം കഴിക്കാണ്ട് അധികം ഹോം മെയ്ഡായിട്ട് കഴിക്കാൻ നോക്കുക. സാഫാക്കാം. അതൊക്കെ മാറി വന്നു. നമുക്ക് ഒന്ന് ചേറിക്കൊണ്ടിരുന്നാം. ഇത് കല്ല് വെച്ചിട്ട് മെല്ലെ ഒന്ന് കൈ കൊത്താൻ മതി. അപ്പോൾ ഇത് നല്ല ക്ലീൻ ആവും. ഇതിൻ്റെ കൈ, കാല് അങ്ങനെയുള്ളതൊക്കെ വൃത്തിയായി പോവും. ഉരുട്ടി കൊടുത്താൽ മതി. ഇത് പ്രത്യേകിച്ച് ഒരുപാട് നേരം ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല. ഇതിൽ ഞാൻ ഉരുട്ടി കൊടുത്താൽ നല്ല ക്ലീൻ ആവും. അപ്പോൾ അത് ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് ചേറി എടുത്തിട്ട് വരാം. ചട്ടി വെച്ചെന്നു ഇനി അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം. ഇങ്ങനെയായി ചേറി എല്ലാം റെഡിയാക്കി കൊടുന്നു. അതിന് വേണ്ട മുളകാണ്. ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി എരിവ് അധികമാണവർക്ക് ഇനി ഇടാം. മുളക് ഇട്ട് കൊടുത്തു. തേങ്ങ വേണം. ചെറിയൊരു തേങ്ങ നല്ല ചിരവിയിട്ട് ഒന്നും കൂടി ക്രഷ് ചെയ്താണ്, വേഗം വറവാകാൻ വേണ്ടിയിട്ടാണ്. പാകത്തിന് ഉപ്പ്, ഒരു പൊടിക്ക് പുളി വേണം, കറിവേപ്പില വേണം. എണ്ണ ഒഴിച്ചിട്ടില്ല, എണ്ണ ഒഴിച്ച് കൊടുക്കാം. 5-6 വെളുത്തുള്ളി, 5-6 കുഞ്ഞനുള്ളി വേണം. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇടാം. ഞാൻ ഇടുന്നുണ്ട്. ഇട്ടു, മണം ചൂടായി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ഒഴിച്ചു. നമുക്ക് വെക്കാം. ഉള്ളി, മുളക്, കുഞ്ഞനുള്ളി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല വറക്കണം. ഇത് എടുത്തു വെക്കാനതല്ലേ, വെള്ളത്തിൻ്റെ അംശമൊക്കെ തേങ്ങയെന്ന് പറ്റി നല്ല വറവാകണം. അതിന് ശേഷമാണ് ചമ്മന്തിപ്പൊടി ചൂടാറിയ ശേഷം ആക്കുള്ളൂ. ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഓയിൽ ഒഴിക്കാം, പക്ഷെ അതൊരു ചിലപ്പോൾ മണം മാറുള്ളൂ. കുറച്ച് ദിവസം എടുത്ത് വെച്ചാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ശകലം പുളിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം വറുത്തെടുക്കാം. എല്ലാം വറവാകട്ടെ. പാകത്തിന് ഉപ്പ് കൂടാം. നല്ല വറവായ ശേഷം നല്ല കളറ് മാറി വരണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വരയ്ക്കും വറക്കണം. ഇതന്നെ പണിയുള്ളൂ. ചൂടായ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. എടുത്ത് വെക്കാനല്ല, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകണം. കുറച്ച് നേരം നല്ലോണം
വറവാവട്ടെ. ഭയങ്കര ടേസ്റ്റായ ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം, ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. കമൻറ്റിലൂടെയൊക്കെ പറയണം. എന്നിട്ട് ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ ഇഷ്ടം ഇട്ടതാണ്, ടേസ്റ്റ് കൂടുതൽ പറഞ്ഞിട്ട് ഇട്ടതാണ്. ചിലർ പുളിഞ്ഞിടും, ചിലർ പുളിഞ്ഞിടില്ല. പുളിഞ്ഞി വേണം. അപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. നല്ല വറുത്തെടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല വറവാവട്ടെ. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഒക്കെപ്പാടെ ഒന്നുകൂടി തേങ്ങ കുറച്ച് കളറ് മാറിക്കഴിഞ്ഞാൽ വറവായി. ഒന്നുകൂടി മാറാണ്ട് മുക്കാൽ ഭാഗമായി. ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. എന്നിട്ട് പിന്നെ ചൂടാറിയ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഒരുപാട് നാളെടുത്ത് വെക്കണമെങ്കിൽ നല്ല വർക്ക് തന്നെ വേണം. കുറച്ച് ദിവസത്തിനുള്ളിൽ കഴിയണമായിരുന്നെങ്കിൽ കുറച്ച് തന്നെ നല്ലോണം വറവാവണമെന്നൊന്നുമില്ല. ഒരു മീഡിയം ആയാലും മതി. നമ്മൾ സ്റ്റോക്ക് വയ്ക്കുമ്പോൾ നല്ല വറവായി അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ആയി വരണം. അതാണ് അതിൻ്റെ കണക്ക്. നമുക്ക് വറവ് പായി കുറച്ച് അല്ലേ ഉള്ളൂ, കുറച്ച് കൊണ്ടിട്ടല്ലേ ഉള്ളൂ. വേഗം കഴിയും. ഫ്രൈ കൊടുക്കാം. ഇനി ചൂടാവട്ടെ. ചൂടായ ശേഷം പൊടിച്ചെടുക്കാം. ചമ്മന്തിപ്പൊടിയാണ്, ചെമ്മീൻ ചമ്മന്തിപ്പൊടി. ആർക്കെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കി തരുന്നതാണ്. ഉണ്ടാക്കി തരും. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി തരുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചൂടാകട്ടെ. ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിക്കാൻ പോവാണ്. ചൂടാറി ജാറിലിട്ടു. ഇനി പൊടിച്ചിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തരാം. നമ്മുടെ ചമ്മന്തിപ്പൊടി പൊടിച്ചു. നമ്മുടെ ചമ്മന്തിപ്പൊടി സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടി റെഡിയായി. ചമ്മന്തിപ്പൊടി റെഡിയായി. സൂപ്പർ ടേസ്റ്റുള്ള എന്താ മണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളും കാണുക. ചെറിയ വീഡിയോ ആണ്. ഈസി സിമ്പിൾ ആയതാണ് എല്ലാവരും കാണിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമല്ല. സിമ്പിളാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ പറയുക. സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിപ്പൊടി റെഡി. നമുക്കിനി വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.